തമിഴ്നാട് നീലഗിരിയിൽ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്ററിൽ പരിശോധന നടത്തി തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ്. മൈസൂരിൽ നിന്ന് നീലഗിരി ഗൂഡല്ലൂരിൽ പ്രചാരണത്തിനെത്തിയ ഹെലികോപ്റ്ററിലാണ് പരിശോധന നടന്നത്. വിനയ് ഉണ്ണി വിവരങ്ങളുമായിട്ട്. വിനയ്, സ്വാഭാവിക നടപടിക്രമമാണോ? ദിവിഷ്, സ്വാഭാവിക നടപടിക്രമമാണെന്നാണ് തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ന് രാവിലെയാണ് മൈസൂരുവിൽ നിന്നും രാഹുൽ ഗാന്ധി ഹെലികോപ്റ്റർ മാർഗം നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിൽ എത്തിയത്. തുടർന്ന് അവിടെ നിന്നാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലെ ഈ പ്രചരണ സ്ഥലത്തേക്ക് പോയത്. തൊട്ടുമ്പായിരുന്നു രാഹുൽ ഗാന്ധി എത്തിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ ഹെലികോപ്റ്റർ പരിശോധിച്ചത്. രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ ഹെലികോപ്റ്ററിനകത്ത് കയറുകയും വിശദമായ പരിശോധന നടത്തി തിരിച്ചു പോവുകയുമായിരുന്നു. ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നേരത്തെ തമിഴ്നാട്ടിൽ മുൻ മുഖ്യമന്ത്രിമാരായിരുന്ന EPS-ന്റെയും OPS-ന്റെയും പിന്നെ തൂത്തുക്കുടിയിലെ DMK സ്ഥാനാർത്ഥിയെ കനിമോയുടെ എല്ലാം വാഹനങ്ങൾ ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ബാഗേജ് എല്ലാം പരിശോധിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു സംസ്ഥാനത്ത് വരുന്ന ഹെലികോപ്റ്റർ ആയതുകൊണ്ട് കൂടിയാണ് ഇത് പരിശോധിച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. ശരി, വിനയ് ഉണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്.